രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോൾ നിറഞ്ഞിരുന്ന സദസ്സ് പ്രസംഗം തുടങ്ങിയ അല്പസമയം കഴിഞ്ഞതോടെ കാലിയായി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. 1500 പേര് വന്നോ അഖിൽ? അതിനുള്ള സാധ്യത കുറവാണ് സുജി. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, അതായത് ഈ ചെയർ കൃത്യമായി ഇവർ പറഞ്ഞ പോലെ 3500-ലധികം ചെയർ ഇട്ടിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഈ പുറകുവശം, അതായത് പുറകുവശം കാലിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആ കാണുന്നത്. അതായത് കുറച്ചുപേര് അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. മുഖ്യമന്ത്രി പ്രസംഗം തുടരുമ്പോൾ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ മുഴുവനായും സീറ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കപ്പാസിറ്റി ഫിൽ ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം ആളുകൾ ഈ പ്രധാന വേദിയിലേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്നത് ഒരു തട്ടിപ്പാണ്. ആ വാക്ക് ഏതെങ്കിലുമൊക്കെ 4-5 രാജ്യത്തുനിന്ന് അയ്യപ്പ ഭക്തന്മാരായ ആളുകൾ വരും. ഇവിടെ ഒരു 500 പേരാണ് അവർ പറയുന്നത്. ഇവിടത്തെ കുറച്ച് ഭക്തന്മാരും ഇരിക്കും. കൂടുതലും ഇടതുപക്ഷക്കാരായ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്റെ വക. കൊണ്ടുവന്നു പറ. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കുറച്ചു കാലം ഇങ്ങനെ ശ്രമിച്ചിട്ടും ഒരു ഗുണവും കിട്ടിയില്ല. അവർ വോട്ടൊന്നും ചെയ്തില്ല. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വോട്ട് ചെയ്യുന്നില്ല. ശബരിമലയിൽ എല്ലാവരും കയറി കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, അത് പോയി. സാരില്ലടാ. 19 സീറ്റ് രാഷ്ട്രീയപ്പോൾ എല്ലാ വീടുകളിലും ചെന്ന് കരയാൻ തുടങ്ങി, സങ്കടപ്പെട്ട് പറയാൻ തുടങ്ങി, ഞങ്ങൾ അയ്യപ്പ എന്നെ കൂടെ കൂട്ടായിരുന്നു. പാർലമെന്റിൽ കളിച്ചു പിടിച്ചില്ല. ഇപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പേ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംഗമങ്ങൾ വെച്ചിട്ടൊന്നുമല്ല ആളെ കൂട്ടുന്നത്. അവിടെ പൂജ, മറ്റു കാര്യങ്ങളൊക്കെയാണ് പ്രധാനം. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, യുക്തിവാദം, നിരീശ്വരവാദം ഇതൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നടക്കണ കാര്യമല്ല പറയടാ. പക്ഷെ അവർ അത് പറഞ്ഞാൽ ഓടത്തില്ല ഇന്ത്യയിലും കേരളത്തിലും. അതുകൊണ്ട് വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ വിശ്വാസികൾ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നു. അത് തന്നെ ആശയപരമായ ഒരു പാപ്പരത്വമാണ്. പക്ഷേ ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ RSS ഇത് കൈയടക്കി കളയും, BJP കൈയടക്കി കളയും എന്നൊക്കെയാണ് അവരുടെ വാദം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. അവരുടെ തത്വശാസ്ത്രത്തിൽ വെള്ളം ചേർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും സംഗമം ഒരു വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്.